നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ച ഇന്ന് തുടങ്ങുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ഗവർണറെ പിന്തുണച്ച് സംസാരിക്കുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ കടമ. എന്നാൽ സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഗവർണറെ എങ്ങനെ അനുകൂലിക്കുമെന്നതാണ് ഭരണമുന്നണി നേരിടുന്ന പ്രതിസന്ധി. പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോഴും ഗവർണറെ സഭാതലത്തിൽ ശക്തമായി വിമർശിക്കാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. ഗവർണറെ തള്ളാനും കൊള്ളാനും വയ്യാത്ത പ്രതിസന്ധിയാണ് LDF ഇപ്പോൾ നേരിടുന്നത്. നയപ്രഖ്യാപനത്തിന് ശേഷം ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി പ്രമേയം അവതരിപ്പിക്കലും ചർച്ച ചെയ്ത് പാസാക്കലും സഭയിലെ അനിവാര്യ നടപടിയാണ്. പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ ബാധ്യതയുള്ള ഭരണപക്ഷാംഗങ്ങൾ ഗവർണർ പ്രസംഗത്തെ പിന്തുണയ്ക്കുന്നതാണ് പതിവ്. നയപ്രഖ്യാപന പ്രസംഗം അല്പമാത്രം വായിച്ചു മടങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. നിലമേലിൽ ഗവർണർ റോഡിൽ നിന്നതിന് പിന്നാലെ സുരക്ഷയ്ക്ക് കേന്ദ്രസേന വന്നതോടെ സർക്കാർ രാജ്ഭവൻ ബന്ധം തീർത്തും മോശമായി. ഈ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഗവർണറെ പിന്തുണച്ച് സംസാരിക്കേണ്ട വിഷമസന്ധിയിലാണ് ഭരണപക്ഷം. രാഷ്ട്രീയ കൗതുകം കൂടിയുള്ള ഈ സാഹചര്യത്തെ തന്ത്രപരമായി നേരിടാനാണ് CPM തീരുമാനം. നയപ്രഖ്യാപനത്തെയും നന്ദിപ്രമേയത്തെയും പൂർണ്ണമായി പിന്തുണച്ച് സംസാരിക്കും. എന്നാൽ പ്രസംഗത്തിൽ ഗവർണർ നടപടികളെ ശക്തമായി വിമർശിക്കും. ഇതാണ് സഭാതലത്തിൽ ഇന്ന് CPM പയറ്റാൻ പോകുന്ന തന്ത്രം. നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഭരണഘടനാ ബാധ്യതയാണ്. അത് നിറവേറ്റിയതുകൊണ്ട് മാത്രം അക്കാര്യത്തിൽ ഗവർണറെ അനുകൂലിക്കുന്നു. എന്നാൽ പുറത്തെ ഗവർണർ നടപടികൾ രാഷ്ട്രീയപ്രേരിതമായതുകൊണ്ട് എതിർക്കുന്നതിൽ തെറ്റില്ല എന്നാണ് CPM വിലയിരുത്തൽ. LDF നിയമസഭാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ E. ചന്ദ്രശേഖരനാണ് നന്ദി പ്രമേയം അവതരിപ്പിക്കുക. പ്രമേയം അവതരിപ്പിച്ചുള്ള പ്രസംഗത്തിൽ കാര്യമായ ഗവർണർ വിമർശനം ഉണ്ടാകാനിടയില്ലെങ്കിലും CPM MLA മാർ സംസാരിച്ചു തുടങ്ങുന്നതോടെ വിമർശനത്തിന്റെ ഗിയർ മാറും. മുൻ മന്ത്രി KK ശൈലജയാണ് CPM-ൽ നിന്ന് ആദ്യം നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക. സർക്കാരിൻ്റെ തലവനായ ഗവർണറെ ഭരണപക്ഷം തന്നെ വിമർശിച്ച് സംസാരിക്കുക എന്ന വൈരുദ്ധ്യം നിറഞ്ഞ കാഴ്ചകൾക്കാവും ഇന്ന് സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.